KMML TP യൂണിറ്റിലെ DCW ജീവനക്കാരെ കാഷ്വൽ വർക്കർമാരായി സർക്കാർ അംഗീകരിച്ചു. മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിന്റേതാണ് തീരുമാനം. ഇതോടെ 613 നേരിട്ടുള്ള കരാർ ജീവനക്കാർ കമ്പനിയുടെ കാഷ്വൽ വർക്കർമാരാകും. ശമ്പളത്തോടൊപ്പമുള്ള മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കും. ലാപ്പ സൊസൈറ്റി വഴി കമ്പനിയിൽ തൊഴിലാളികളെ നിയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമായി. സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ KMML TP യൂണിറ്റിലെ DCW ജീവനക്കാരെയാണ് കാഷ്വൽ വർക്കർമാരായി സർക്കാർ അംഗീകരിച്ചത്. വ്യവസായ മന്ത്രി പി രാജീവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLAയും യൂണിയൻ നേതാക്കളും KMML മാനേജ്മെന്റും ചർച്ചയിൽ പങ്കെടുത്തു. ഇതോടെ 613 നേരിട്ടുള്ള കരാർ ജീവനക്കാർ കമ്പനിയുടെ കാഷ്വൽ വർക്കർമാരായി മാറും. നിയമപരമായ ശമ്പളത്തോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങളും തൊഴിലാളികൾക്ക് ലഭിക്കും. ഏറെ നാളത്തെ തൊഴിലാളികളുടെ ആവശ്യമാണ് ഇതിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നത്. നിലവിലുള്ള വേതനം സംരക്ഷിച്ചുകൊണ്ടാണ് കാഷ്വൽ ജീവനക്കാരായി നിയമിക്കുന്നത്. ഒപ്പം നിലവിൽ കമ്പനിയിൽ ലാപ്പ സൊസൈറ്റിക്ക് കീഴിൽ TSP യൂണിറ്റിൽ ജോലി ചെയ്യുന്ന ലാപ്പ തൊഴിലാളികളെ DCW ജീവനക്കാരാക്കാനും തീരുമാനമായി. ലാപ്പ സൊസൈറ്റി വഴി കമ്പനികൾ തൊഴിലാളികളെ നിയോഗിക്കുന്നത് അവസാനിപ്പിക്കാനും തീരുമാനമെടുത്തിട്ടുണ്ട്. കമ്പനി ഭൂമി ഏറ്റെടുത്തതിനെ തുടർന്ന് രൂപീകരിച്ച ലാപ്പ സൊസൈറ്റിക്ക് കീഴിൽ ഏറെ നാളായി ജോലി ചെയ്തിരുന്ന ജീവനക്കാരെ കഴിഞ്ഞ സർക്കാർ 2019 കമ്പനിയുടെ നേരിട്ടുള്ള കരാർ ജീവനക്കാരായി അംഗീകരിച്ചത്. 733 ലാപ്പ തൊഴിലാളികളെയാണ് അന്ന് നിയമിച്ചത്. അവർക്ക് യൂണിഫോം ഉൾപ്പെടെ നൽകി ജീവനക്കാരെ കമ്പനിയുമായി കൂടുതൽ ചേർത്തു നിർത്തിയിരുന്നു. KMMLന്റെ വികസനത്തിനായി വിവിധ പദ്ധതികളാണ് സർക്കാർ നടപ്പാക്കുന്നത്. മിനറൽ കോറിഡോറിനായി 100 കോടി രൂപ ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. ലോകത്തു തന്നെ ഏറെ ശ്രദ്ധേയമാകുന്ന തലത്തിൽ രാജ്യത്തിന്റെ മുന്നേറ്റത്തിന് സഹായിക്കുന്ന പദ്ധതിയാണ് മിനറൽ കോറിഡോർ. മോണസൈറ്റിൽ നിന്ന് തോറിയം, പ്രിയോഡൈമിയം, സമേറിയം ഉൾപ്പെടെ വിവിധ റെയർ എർത്ത് മൂലകങ്ങൾ പ്രതിരോധം, ബഹിരാകാശ പര്യവേക്ഷണം, വ്യോമയാനം തുടങ്ങിയ മേഖലകളിൽ ഉപയോഗിക്കാൻ കഴിയും. ന്യൂസ് ബ്യൂറോ, ചവറ.